October 1st അതെ ISL സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മാഹിൻ മച്ചാൻ എത്തിയിരിക്കുകയാണ്. ക്ലബ് മീറ്റ്സ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്റെ കൂടെ 5 പേര് എത്തിയിരിക്കുകയാണ്. പേര് പറഞ്ഞോളൂ. ഇവര് യാസർ കൊച്ചാലമൂട്. ഓക്കെ. ഞാൻ പോത്തൻകുട താമസിക്കുന്നത്. ഒമാനിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ലീവില് നാട്ടില്. ഞാൻ നിസാർ, മലപ്പുറം സ്വദേശി. ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം. എന്റെ പേര് പ്രശാന്ത്. ഞാൻ ഒരു ബിടെക് സ്റ്റുഡന്റ് ആയിരുന്നു. കഴിഞ്ഞിട്ട് ഇപ്പൊ ചുമ്മാ നിൽക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ചുമ്മാ ഈ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ കൂടെ ഉണ്ട്. ഒരു ഫുട്ബോൾ പ്രാന്ത് പിടിച്ച്. എന്റെ പേര് ഭരത്. ബികോം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം MG കോളേജിലാണ് പഠിക്കുന്നത്. എന്റെ പേര് ഇമ്മാനുവൽ. ഞാൻ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ബികോം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. ഏത് കോളേജിലാണ്? മാറവേൻസ്. ഓക്കെ. ഇമാനുവലിനെ എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഇമാനുവൽ വഴിയാണ് ഈ ടീം ഇവിടെ എത്തിയത്. ആൻഡ് ഈ ടീമിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ പറഞ്ഞു തരാം. ഇവരുടെ ഒരു പേജ് വമ്പൻ ഫേമസ് ആണ്. ആ പേജിന്റെ പേരാണ് മഞ്ഞപ്പട എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ ഒരു പേജ് വമ്പൻ ഹിറ്റാണ്. ഈ മഞ്ഞപ്പട എന്താണ് നിസാർ, പറഞ്ഞോളൂ. നമ്മുടെ ISL ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൈഹാർഡ് ഫാൻസ് ആയ മഞ്ഞപ്പട. അപ്പൊ അങ്ങനെ ഒരു പേജ് നിങ്ങൾ ഫോം ചെയ്തു? യെസ്. ഓക്കെ. ഇത് ആരാണ് തുടക്കമിട്ടത്? ഇതിന് തുടക്കമിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 നമ്മുടെ ISL ടീമിനെ പ്രഖ്യാപിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന് അന്ന് ടീമിന് നമ്മുടെ സച്ചിൻ പേര് നാമകരണം ചെയ്യപ്പെട്ടു. അപ്പോ ഈ ഒരു സച്ചിന്റെ ഫാനായ ഒരു മെമ്പർ, അത് അദ്ദേഹം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിൻ മാത്യു, ആലപ്പുഴ സ്വദേശിയാണ് പുള്ളി. മഞ്ഞപ്പട എന്ന പേജിന് ആദ്യം നാമം കൊടുത്തത്. പക്ഷെ അന്ന് മഞ്ഞപ്പട എന്നറിയപ്പെട്ടിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് FC എന്ന് മാത്രമായിരുന്നു. 2014 സീസൺ അവസാനത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലെത്തി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇന്റർനാഷണൽ ക്ലബിനും അവരുടേതായ പേരുകളുണ്ട് ഫാൻസിന്. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും റെഡ് ഡെവിൾസ്. അപ്പോൾ നമുക്കും വേണം ഒരു മലയാളി ടച്ചുള്ള തങ്കമുണർന്ന ഒരു പേര്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പട എന്ന ഒരു നാമം നമ്മൾ ഏറ്റെടുത്തത്. ഓക്കെ. അങ്ങനെ ആ പേജിന് മഞ്ഞപ്പട എന്ന് പേര് വന്നു. ആൻഡ് ആ മഞ്ഞപ്പടയില് ഇപ്പോ എത്ര പേരുണ്ട് അത് പാട്ടുകൾക്ക് ശേഷം അറിയാം. കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മീറ്റ്സ് ആണ്. മഞ്ഞപ്പട എന്ന് പറയുന്ന ആ ഒരു ഫാൻ പേജിലുള്ള മെമ്പേഴ്സ് ആണ് മാഹിന്റോടെ ഇപ്പൊ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ പറയുകയാണെങ്കിൽ ആ പേജിന്റെ അഡ്മിൻസ് ആണ്. ഹാവ് ടൺ കണക്കിനോ ഫൺ. മീനേ എന്നൊക്കെ പറയുന്ന ഒരു സ്വരമാണോ ഇത്? അല്ല. എന്തായാലും മഞ്ഞപ്പട എന്ന് പറയുന്ന ടീമാണ് മാഹിനോടൊപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്. ഈ മഞ്ഞപ്പട ടീം എന്താണ്? അതായത് ഫേസ്ബുക്കിൽ ഇവർക്കൊരു പേജ് ഉണ്ട്. ഈ പേജിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൈ ഹാർഡ് ഫാൻസ് ആണ് ഇവര്. PP ഒക്കെ സെറ്റാണ്. എപ്പോഴെങ്കിലും ഇതേപോലെ ഭരത്തു PP ഒക്കെ ഊതിയിട്ടുണ്ടോ? കളി കാണുമ്പോൾ മാത്രമേ ഊതാറുള്ളൂ. അത് വീട്ടിൽ ഇരുന്നിട്ടാണ്. ഇതുവരെ നേരിട്ട് കളികളൊന്നും കണ്ടിട്ടില്ലല്ലോ? തീർച്ചയായും ഞാൻ തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ കളിയും കാണാറുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികളെല്ലാം കൊച്ചിയിൽ പോയി കാണാറുണ്ട്. സീരിയസ് ആയിട്ട്? സീരിയസ്. ഓക്കെ. ഇപ്പോ നമ്മുടെ മാർക്കി താരം ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ? അറിയാമോ നോക്കട്ടെ. അരുൺ ഹ്യൂസ്. ഓക്കെ. അറിയാം. പുള്ളിക്കാരൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. അതോ ചുമ്മാ പേര് മാത്രമേ ഉള്ളൂ? അങ്ങനെ വല്ലതും ഉണ്ടോ? ലൈവ് കളിക്കാരനാ. ഭയങ്കര രസമാണ് പുള്ളിക്കാരൻ. അതായത് കഴിഞ്ഞ യൂറോ കപ്പിൽ കളിച്ച നോർത്ത് അയർലൻഡിന്റെ ക്യാപ്റ്റൻ ആണ്. ഓഹോ. അപ്പോ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ശക്തരാണോ? തീർച്ചയായും. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം ഇപ്പോ അതിശക്തരാണ്. നമ്മള് വിന്നിംഗ് ചാൻസ് കൂടുതലാണ്. ഷുവർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശത്രുക്കൾ ആരാണ്? ഇപ്പൊ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ശത്രു ഇതേപോലെ ഇമാനുവൽ അല്ലെങ്കിൽ മാഹിൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശത്രുക്കൾ ആരൊക്കെയാണ്? ഓക്കെ. അത് ഭയങ്കര ശക്തരായിട്ട് ഇവര് പറഞ്ഞിരിക്കുകയാണ്. ചെന്നൈയിൻ FC. എന്താണ് ഇത്ര ശത്രുവാൻ കാരണം? ശത്രുവാൻ കാരണം എല്ലാവർക്കും അറിയാം. നമ്മള് ചെന്നൈ FCയുടെ ഓണർ അഭിഷേക് ബച്ചൻ കേരളത്തിൽ അറിയപ്പെടുന്ന പാമ്പാട്ടി ബച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ISL കളിയിൽ കേരളവും ചെന്നൈയായിട്ടുള്ള കളിയിൽ കേരളം ഏകദേശം തോക്കാറായ ഒരു ഘട്ടം അല്ലേ? അങ്ങനെയല്ലേ? ആ സമയത്ത് അഭിഷേക് ബച്ചൻ പാമ്പാട്ടി നൃത്തം ആടി. അതായത് കൈ മുകളിൽ വെച്ചിട്ട് പാമ്പിനെ കണക്ക് നൃത്തം ആടി. അന്ന് മുതൽ വീഴുന്ന പേരാണ് പാമ്പാട്ടി ബച്ചൻ. പക്ഷെ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. അതാണ്. പിന്നെ അല്ല, നമ്മുടെ അടുത്ത് കളിക്കാനൊക്കെ വന്നാലേ തൂത്തുകളെ നമ്മള് അല്ല. പിന്നെ അതാണ്. പിന്നെ അല്ല, മഞ്ഞപ്പട എന്ന് പറയുന്ന ഈ ടീം അതെ എന്തൊക്കെ ചെയ്തു ഇതുവരെ, അതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ അറിയാൻ പോകുന്നത്. കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മീറ്റ്സ് ആണ്. മാഹിൻ മച്ചാനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൈഹാർഡ് ഫാൻസ് ആണ് മാഹിനോടൊപ്പം ഉള്ളത്. കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മേറ്റ്സ് ആണ്. യെസ്. ഈ ഡൈഹാർഡ് ഫാൻസിന് ഒരു പേരുണ്ട്. അതും ഇവർ ഫേസ്ബുക്കിൽ വമ്പൻ ഹിറ്റാണ്. ആൻഡ് ഈ ടീമിന്റെ പേരാണ് മഞ്ഞപ്പട. ഇവരുടെ വീഡിയോ സഹിതം ഫോട്ടോ സഹിതം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. RG സ്പേസ് MAHEEN RG സ്പേസ് മാഹിൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയും ഫോട്ടോ ഒക്കെ കാണാൻ പറ്റും. ഈ രൂപങ്ങളും കാണാൻ പറ്റും. ആൻഡ് എന്നെയും കാണാൻ പറ്റും. ഓക്കെ. അപ്പോ മഞ്ഞപ്പട ഇപ്പോ നിങ്ങൾ ഫുൾ ബിസി ആണല്ലേ? ശരിക്കും. തീർച്ചയായും. ഓക്കെ. ഇനി എത്ര മാസമാണ് ISL നീണ്ടു നിൽക്കുന്നത്? ISL 3 മാസത്തോളമാണ് ഇപ്രാവശ്യത്തെ സീസൺ ഉള്ളത്. ഓക്കെ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്ര മാച്ചുകളുണ്ട്? 14 മാച്ച് വരുന്നുണ്ട്. 14 മാച്ച് ഹോമും എവേയും. അതിൽ തന്നെ നമ്മുടെ ഫാൻസിന് സന്തോഷമായിട്ടൊരു കാര്യം ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുകയാണ്. നമ്മുടെ ചിരവൈരാഗികളായ ചെന്നൈയുമായിട്ടുള്ള മാച്ച് നമ്മൾ ചെന്നൈയുടെ തട്ടകത്തിൽ പോയിട്ട് മഞ്ഞപ്പട കാണുന്നു.
ഓക്കെ, അപ്പൊ ചെന്നൈയിൽ പോയി നിങ്ങൾ മാച്ച് കാണാൻ പോവാണ്. യാ ഷുവർ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി കാശ് ചെലവാക്കി ഇവർ ബസ്സിലാണോ പോകുന്നത്? എങ്ങനെ? ഓ, മഞ്ഞപ്പടക്കല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എത്ര ക്യാഷ് മുടക്കാനും മഞ്ഞപ്പട തയ്യാറാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കാശ് മുടക്കി ഇവർ എവിടെയും ചെന്ന് ആ മാച്ച് കാണുമെന്നാണ് പറയുന്നത്. അതായത് ചെന്നൈയിൻ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. അപ്പൊ ആ മാച്ച് കാണേണ്ട തന്നെയാണ്. ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അതായത് മലയാളി താരം ആരാണ് മെയിൻ? നമുക്ക് മലയാളി താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മലയാളി പ്ലേയേഴ്സ്. ഇതിലൊന്നാണ് മുഹമ്മദ് റാഫി, ഹെഡ് മാസ്റ്റർ. ഓക്കെ. രണ്ടാമത് റിനോ ആന്റോ, ഗുഡ് ഡിഫൻഡീവ്, തൃശ്ശൂർക്കാരനാണ്. ഓക്കെ. പിന്നെ CK വിനീതേട്ടൻ, പിന്നെ നമ്മുടെ അപ്കമിങ് ലെജൻഡ് ആയിട്ട് വരുന്ന പ്രശാന്ത് മോഹൻ, കോഴിക്കോടുകാരൻ, കാൽപന്ത് കളിയുടെ രാജാക്കന്മാരിൽ ഒരുത്തൻ. പിന്നല്ല, അപ്പൊ ഈ 4 പേരാണ്. യെസ്. ഈ 4 പേരിൽ ആരുടെങ്കിലും അടുത്ത് നിങ്ങൾ പോയി സംസാരിച്ചിട്ടോ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഷുവർ. 4 പ്ലേയേഴ്സുമായിട്ടും ഞാൻ കോൺടാക്ട് ഉണ്ട്. നൈസ്. അപ്പൊ ആ കോൺടാക്ടിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയണം. കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മീറ്റ്സ് ആണ്. മാഹിൻ മച്ചാനോടൊപ്പം ഹാവ് ടൺ കണക്കിന് ഫൺ എന്ന് പറയുന്ന ടീമാണ് മാഹിൻ മച്ചാനോടൊപ്പം ക്ലബ് മീറ്റ്സിൽ എത്തിയിട്ടുള്ളത്. യാസർ പറഞ്ഞോളൂ, ഈ ഗ്രൂപ്പില് ഇപ്പോ കുറെ അഡ്മിൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, 10 പേര്. ഈ 10 പേരുടെ പേര്? 10 പേരില് സുബിൻ മാത്യു, അതാണ് പുള്ളിക്കാരൻ ആദ്യം തുടങ്ങിയത്. നമുക്ക് ലിജോയ് കണ്ണൂർ, ശ്രീനാഥ് കണ്ണൂർ, പ്രശാന്ത് ആലപ്പുഴ, അഭിജിത്ത് കോട്ടയം, യാസർ ട്രിവാൻഡ്രം, ഞാൻ തന്നെയാണ്. സോമു സ്വന്തമായിട്ട് ഉർമീസ്, ഞാൻ തന്നെയാണ്. സോമു നിസാർ എന്റെ അടുത്തിരിക്കുന്നു, മലപ്പുറം. ഹാൻസ് രാജ്, എറണാകുളം. ഓക്കെ, ഇത്രയും പേരാണ് ഈ ഗ്രൂപ്പിന്റെ മെയിൻ നെടുന്തൂണുകൾ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ പേജിൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്? എല്ലാരും കൂടെ ഇപ്പൊ അപ്ഡേറ്റ്സ് ഇടും, അതോ ഇതിൽ അഡ്മിൻസ് മാത്രമാണോ മെയിൻ ആയിട്ട് ഈ പേജ് നോക്കാറുള്ളത്? എങ്ങനെയാണ് നിസാർ? പേജിൽ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കറക്റ്റ് ന്യൂസ് ആണ് നമ്മൾ പേജ് വഴി നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത് നമ്മൾ കൂട്ടമായി തീരുമാനം എടുത്തിട്ട് ഫേസ്ബുക്കിന് ഒരു അഡ്മിൻ ഉണ്ട്, അദ്ദേഹം തന്നെ ന്യൂസ് എല്ലാം സ്പ്രെഡ് ചെയ്യും. നമ്മുടെ ഓൾ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹമാണ് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയുടെയും അഡ്മിൻ ആയിട്ടുള്ളത്. അപ്പൊ പുള്ളിയാണ് അതെല്ലാം ഷെയർ ചെയ്യുന്നത് നമ്മുടെ ന്യൂസ്. ഓക്കെ, പ്രശാന്ത്, എഞ്ചിനീയറിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ഒരു ഫുട്ബോൾ ടീമിൽ എത്ര മെമ്പേഴ്സ് ആണ് കളിക്കുന്നത്? 11 പേര്. ഓക്കെ, അതൊക്കെ അറിയാം കറക്റ്റ് ആയിട്ട്. എല്ലാം അറിയാം. ചില സമയത്ത് റഫറിയും കളിക്കും. അപ്പൊ 12 എന്ന് പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് 12 പേരുണ്ട്. ആണ് നമ്മുടെ മഞ്ഞപ്രാ എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പ്, ഫാൻസ് ഗ്രൂപ്പാണ് നമ്മുടെ 12. നൈസ്. ഓക്കെ, ഒരു രക്ഷയില്ല. അപ്പോ ഈ ഒരു 5 പേരാണ് ഇപ്പൊ മാഹിനോടൊപ്പം കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഞ്ഞപ്പട ടീം ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ MANJAPPADA മഞ്ഞപ്പട. അപ്പൊ മഞ്ഞപ്പട നിങ്ങള് PP എന്ന് പറഞ്ഞോ, PP ഒക്കെ കൊണ്ടുവന്നായിരുന്നു ഇന്ന്? ഓ, എല്ലാം ഉണ്ട്, എല്ലാം സെറ്റപ്പാണ്. ഓക്കെ, അത് എടുത്ത് വെച്ചോ, എനിക്കൊന്ന്. ഓക്കെ, എന്തായാലും കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മീറ്റ്സ് ആണ്. ഇവിടെ ഫുൾ ആരവമാണ്. ഇനി ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ PP ഊതി ഇവിടെ ഇല്ലാതാക്കും. ഹാവ് ടൺ കണക്കിന് ഫണ്ട്. ISL സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒക്ടോബർ 1-ാം തീയതി. യെസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൈഹാർഡ് ഫാൻസ് ആയ മഞ്ഞപ്പടയാണ് മാഹിനോടൊപ്പം കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാനുവൽ, നമസ്കാരം. നമസ്കാരം. ഭരത്, നമസ്കാരം. ഓക്കെ, നമ്മുടെ മഞ്ഞപ്പടയ്ക്ക് ഒരു തീം സോങ് ഒക്കെ ഇറങ്ങിയെന്ന് കേട്ടായിരുന്നു. അതായത് മഞ്ഞപ്പടയ്ക്ക് മാത്രമായിട്ടൊരു തീം സോങ്, അത് ആരാണ് റിലീസ് ചെയ്തത്? അതെ, അത് പാടിയിരിക്കുന്നത് ശബരീഷ് വർമ്മയാണ്. ഓക്കെ, അത് പ്രേമത്തിലെ ഫെയിം പിസ്ത പാട്ടൊക്കെ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ പേജിൽ കയറിയപ്പോൾ ശബരീഷ് വർമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഉടൻ തന്നെ റിലീസ് ആവുന്നതായിരിക്കും, എല്ലാവരും തകർക്കുക എന്നതാണ് ഫുൾ എനർജറ്റിക് ആയിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. തകർത്തോണ്ടിരിക്കല്ലേ മച്ചാനെ ഇപ്പം. അതാണ്, പിന്നെ അല്ല. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത് എനിക്ക് ഇനി ചോദിക്കാനുള്ള, നിങ്ങൾ എന്തോ വെറൈറ്റി ആയിട്ട് എന്തോ വലിയൊരു ഫ്ലെക്സ് മോഡൽ എന്തോ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഫ്ലെക്സ് അല്ല, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ക്ലോത്ത് ബാനർ. ഓക്കെ, അത് ഏഷ്യയിലെ തന്നെ വലിയൊരു ബാനറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നൈസ്, സൂപ്പർ, ഒരു രക്ഷയില്ല. ഓക്കെ, അതായത് നിങ്ങൾ അത്ര വലിയൊരു സംഭവമാണ് ചെയ്യുന്നല്ലേ? തീർച്ചയായും. ഈ ഐഡിയ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാരും കൂടെ ഒത്തുചേർന്നിരുന്നിട്ട് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആദ്യം തുടക്കം മുതലേ പറയുന്നുണ്ട്, മഞ്ഞപ്പട എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മളൊരു 10 പേരടങ്ങുന്ന സംഘമല്ല, അത് 1 ലക്ഷം മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇത് ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൂടാനില്ല. അപ്പൊ ഈ 1 ലക്ഷം മെമ്പേഴ്സിന്റെയും നമ്മളെ അവരുടെ അഡ്വൈസ്, അവരുടെ കാര്യങ്ങള്, അവരുടെ സഹകരണം, ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മഞ്ഞപ്പട പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഈ റാഫി, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർക്കാരൻ പ്ലെയർ, ഇവരെ അടുത്തൊക്കെ കോണ്ടാക്ട് ഉണ്ടെന്ന് നിസാർ പറഞ്ഞായിരുന്നു. അപ്പൊ നിസാർ, കോണ്ടാക്ട് ഒക്കെ എങ്ങനെയാണ് സംഭവം? അവര് ഈ മഞ്ഞപ്പടയെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാമോ? തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും മഞ്ഞപ്പടയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവരുടെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മൾ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവരതിന് നമ്മൾക്ക് എപ്പോഴും നന്ദി പറയാറുണ്ട്. ഓക്കെ, അവര് ചങ്ക് ബ്രോസ് ആണ് ശരിക്കും പറഞ്ഞത്. തീർച്ചയായിട്ടും ചങ്ക് ബ്രോസ് അല്ല, നല്ലൊരു ബ്രദേഴ്സ് ആണ്. ഓക്കെ, എന്തായാലും കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മീറ്റ്സ് ആണ് മാഹിൻ മച്ചാനോടൊപ്പം. എനിക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ഒക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി ഇവർക്ക് കുറച്ചുപേരെടുത്ത് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. അത് ആദ്യത്തൊക്കെ
മാഹിൻ എത്തിയിരിക്കുകയാണ്. മാഹിൻ മച്ചാന്റെ കൂടെ ഉള്ളത് മഞ്ഞപ്പട എന്ന് പറഞ്ഞ എനർജറ്റിക് ടീമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ട്രിവാൻഡ്രത്ത് ചെയ്തത്? അതായത് ഒക്ടോബർ 1 ISL സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾ എന്തൊക്കെയാണ് മെയിൻ വമ്പൻ സംഭവങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ? അതെ, നമ്മള് വൈകിട്ട് ഇവിടെ ഒരു റോഡ് ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കനകക്കുന്ന് പാലസിന്റെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മള് പാളയം സ്റ്റാച്ചു വഴി വഞ്ചൂർ ആണ് ഇത് ഫിനിഷ് ചെയ്തത്. അതിനുശേഷം നമ്മളൊരു ബിഗ് സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബിഗ് സ്ക്രീനിൽ നമ്മൾ എല്ലാ ഫാൻസും ഒരുമിച്ചിരുന്ന് നമ്മൾ കളി കണ്ടു. കാരണം നമ്മുടെ ഇനോഗ്രേഷൻ മാച്ചും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് മാച്ചും അന്നായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അടിച്ചു പൊളിച്ചിരുന്ന് കണ്ടു. അതായത് നമ്മൾ വഞ്ചൂർ കോർട്ടിന്റെ അവിടെ അല്ലേ? അതെ, വഞ്ചൂർ കോർട്ടിന്റെ അവിടെ. ഓക്കെ, അതാണ് ഇതും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. സാമ്പിള്. നിസാർ, പിന്നെ നിങ്ങൾ എന്തൊക്കെയോ വെൽക്കം ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ കേട്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ വമ്പനായിട്ട്. നമ്മുടെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് വരുന്ന ടീമിനെ നമ്മളൊരു മാസ് കിടുകിടുക്കനായിട്ട് നമ്മളൊരു വെൽക്കം കൊച്ചിയിൽ കൊടുത്തു. അതെങ്ങനെയായിരുന്നു സംഭവം? അത് നമ്മുടെ കൊച്ചി വിങ്ങിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ കുറച്ച് കുരുന്ന് ബാലന്മാരും കൂടി ചേർന്നിട്ട് നമ്മുടെ ടീമിനെ പ്രാവശ്യം വെൽക്കം ചെയ്തത്. അപ്പൊ എന്തായാലും ഈ ടീം ഇനി കളി കാണാൻ വേണ്ടിട്ട്, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് കളി കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാണ് കൊച്ചിയിലോട്ട്. അത് 5-ാം തീയതിയാണ്. 2 എയർ ബസ്സിലായിട്ടാണ് ഇവർ അങ്ങോട്ട് പോകുന്നത്. എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. തീർച്ചയായും എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പോവായിരുന്നു. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് പേജ് ഉണ്ട്. മഞ്ഞപ്പടയ്ക്ക് ഇനി വാട്സപ്പിൽ വല്ല ഗ്രൂപ്പ് വല്ല ഉണ്ടോ? 8627 മെമ്പേഴ്സ് ഉണ്ട് വാട്സപ്പിൽ. വാട്സപ്പ് ട്രിവാൻഡ്രത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വേൾഡിലും മൊത്തം. അതായത് നമ്മൾ പറയുന്നു സൂര്യൻ അസ്തമിക്കാത്ത ഫാൻസ് ക്ലബ്. അതായത് അമേരിക്കയിലും ഉണ്ട് നമുക്ക് ഫാൻസ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇവരെ പറ്റിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് മീറ്റ്സ് ആണ് മാഹിൻ മച്ചനോടൊപ്പം. ഇപ്പോൾ എല്ലായിടത്തും ISL ഫീവർ ആണ്. ഹൗ ടൺ കണക്കിനോ ഫൺ. മഞ്ഞപ്പട എന്ന് പറയുന്ന ഒരു ഫാൻ പേജ് ഫേസ്ബുക്കിൽ തുടങ്ങി. ആ ഫാൻ പേജ് വമ്പൻ ഹിറ്റ് ആയിരിക്കുകയാണ്. അതിലുള്ള ടീം മെമ്പേഴ്സ് ആണ് മാഹിന്റെ കൂടെ ഇപ്പോൾ ക്ലബ് മീറ്റ്സിലുള്ളത്. മാഹിൻ മച്ചൻ നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത് ഇമാനുവൽ. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഈ ഒരു മഞ്ഞപ്പടയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. അതെ. എത്ര വർഷമായി ജോയിൻ ചെയ്തിട്ട്? ഞാനിപ്പോ 1 മാസമായതേ ഉള്ളൂ. എന്തുകൊണ്ട്? അല്ല, എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഒരു ഗ്രൂപ്പ് കിട്ടിയടാ, അധികം മെസ്സേജസ് ഒന്നും വരാറില്ല, പക്ഷെ ഫാൻസിന് ടിക്കറ്റിന് ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആഡ് ചെയ്തേക്കടാ, നോക്കട്ടെ. പക്ഷെ എനിക്ക് നോക്കിയപ്പോ അവര് പറയുന്നതിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. അവസാനം യാസർ എന്ന് പറഞ്ഞ് ചേട്ടനുമായിട്ട് ഞാൻ കോണ്ടാക്ട് ആയി. ഇപ്പം ISL അടുത്തതോടെ അവർ ഭയങ്കര പ്രവർത്തനങ്ങളാ, കുറെ പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്ത്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. അതായത് ഇമാനുവൽ എവിടെയെങ്കിലും ഫ്രീ ടിക്കറ്റോ ഡിസ്കൗണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പിലും ചേരുമെന്നാണോ പറയുന്നത് ഇമാനുവൽ? അങ്ങനെയൊന്നും അയ്യോ, അങ്ങനെയല്ല. ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ. എന്തായാലും ഇമാനുവൽ എന്നോട് സംസാരിച്ചപ്പോ ഇതേപോലെ നിങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് എന്നാ പോകുന്നത്? ഞങ്ങള് 5th ഫസ്റ്റ് ഹോം മാച്ചിന് പോവുക. അതായത് എല്ലാരും കൂടെ 2 ബസ്സിലായിട്ട് എയർ ബസ്സിൽ. വാവ്, നൈസ്. ഫുൾ ബുക്ക്ഡ് ആണ്? സീറ്റ് ഒന്നും ഇല്ല. യാസർ, ഇത് ഈ ഒരു പേജിൽ, അതായത് ഫേസ്ബുക്ക് പേജിൽ എത്ര പേരാണ് ടോട്ടൽ മെമ്പേഴ്സ്? ഫേസ്ബുക്ക് പേജിൽ 1,00,000 പേര് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. അത് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്. ISL സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. ISL തീരുമ്പോ എത്ര വരെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയണം. ഒരു രക്ഷയില്ല. ആൻഡ് ഈ ഒരു പേജ് ഇപ്പോ ഹാൻഡിൽ ചെയ്യുന്നത് എത്ര പേരാണ് അഡ്മിൻസ് ആയിട്ട്? അതായത് അഡ്മിൻസ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി, അതായത് മഞ്ഞപ്പടയെ 3 തട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് കമ്മിറ്റി, സെക്കൻഡ് കോർ കമ്മിറ്റി, തേർഡ് ഡിസ്ട്രിക്ട് കമ്മിറ്റി. ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് എന്നെല്ലാം പറയും പോലെയാണ്. ഓക്കെ, അതെ അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെ പറയാമെങ്കിൽ എല്ലാം ഈക്വൽ ആണ്. ഇതിൽ എല്ലാ മെമ്പറും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രമേ കാണാവൂ. എന്തായാലും ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയാൻ കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മീറ്റ്സ് ആണ് മാഹിൻ മച്ചാനോടൊപ്പം. ഹൗ ടൺ കണക്കിനോ ഫൺ. മാഹിൻ മച്ചാൻ എത്തിയിരിക്കുകയാണ് കേരളാസ് നമ്പർ 1 FM സ്റ്റേഷനായ ക്ലബ് FM 94.3. ആൻഡ് എന്റെ കൂടെ ഉള്ളത് മഞ്ഞപ്പട എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൈ ഹാർഡ് ഫാൻസ് ആണ്. യെസ്, ഫേസ്ബുക്കിൽ ഈ പേജ് വമ്പൻ ഹിറ്റ് ആയിരിക്കുകയാണ്. ആൻഡ് 1,00,000 പേരാണ് ഈ പേജില് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരുപാട് പേര് ഇനിയും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിസാർ, അതെ, പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ്. മഞ്ഞപ്പടയ്ക്കും അതുപോലെ തന്നെ മാഹിൻ മച്ചൻ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യേണ്ട ടൈം ആയിരിക്കാണ്. നിസാറിന് എന്താണ് പറയാനുള്ളത്? ആദ്യത്തൊക്കെയാണ് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത്. നമുക്ക് താങ്ക്സ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് അതൊരു എന്തോ ആധികാരികമായി പോകും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കഷ്ടപ്പെടുന്ന പ്രവാസി സുഹൃത്തുക്കള്, അവരുടെ അകമഴിഞ്ഞ സഹകരണം നമുക്കുണ്ട്. അവരോരോരുത്തരും നമ്മുടെ അടുത്ത് അനുഭവം പങ്കുവെക്കാറുണ്ട്. ഞങ്ങൾ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത് പോലും ഓഫീസിൽ നിന്ന് ടോയ്ലറ്റിൽ പോയിരുന്നിട്ടാണ് അവർ നമ്മുടെ മഞ്ഞപ്പടയോടൊപ്പം ചെലവഴിക്കാരെന്ന് പറയാം. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അവരുടെ ഒരു ഡെഡിക്കേഷൻ അത്രയാണ്.
പിന്നെ ശബരീഷ് പിസ്സ ബോയ്, പിന്നെ അതിന്റെ മ്യൂസിക് ഡയറക്ടർ നമ്മളെ തീം മ്യൂസിക്കിന്റെ ഡയറക്ടർ, ലിറിക്സ് മനു മജിദ്, ഷാജി പാപ്പൻ പുള്ളിക്കും, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മഞ്ഞപ്പടയുടെ, അതിലുപരി മഞ്ഞപ്പടയുടെ ഓൾ മെമ്പേഴ്സ്, ഈ വേൾഡില് ഉള്ള എല്ലാ മെമ്പേഴ്സിനും ഒറ്റ വാക്കിൽ താങ്ക്സ് പറയാണ്. താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ എസ്കേപ്പ് ആവല്ല. നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് ഇനിയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ടീമിനെ എപ്പോഴും ഉയർച്ചയിലാണെങ്കിലും താഴ്ചയിലാണെങ്കിലും നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അതിന് കൂടെ മഞ്ഞപ്പടയുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സെർച്ച് ബോക്സിൽ മഞ്ഞപ്പട എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മഞ്ഞപ്പട ആയിരിക്കും ആദ്യം വരുന്നത്. യെസ്, തീർച്ചയായും. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇമാനുവൽ, കളിയൊക്കെ അപ്പൊ 5-ാം തീയതി കാണാൻ പോവാണ്. അപ്പൊ എന്തായാലും താങ്ക് യു വെരി മച്ച്. വളരെ നന്ദിയുണ്ട് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതില്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. അതിന്റെ ഉയർച്ചയിലും താഴ്ചയിലായാൽ പോലും. ഓക്കെ, കേട്ടോണ്ടിരിക്കുന്നത് ക്ലബ് മേറ്റ്സ് ആണ്. നെക്സ്റ്റ് രാധിക വരുന്നുണ്ട് ഹിന്ദി കമ്പനിയായിട്ട്. ഇന്ന് 6:30 അവരുടെ ആ തീം സോങ് മഞ്ഞപ്പടയുടെ ആ തീം സോങ് റിലീസായിരിക്കുകയാണ് യൂട്യൂബിൽ. ആ പാട്ടാണ് നെക്സ്റ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യെസ്, ശബരീഷ് വർമ്മ പാടി തകർത്ത പാട്ട്. ഇതിന്റെ ലിറിക്സ് മനു മഞ്ജിത്ത് ആൻഡ് മ്യൂസിക് ഡയറക്ടർ നിഖിൽ തോമസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മഞ്ഞയിൽ കളിച്ചാടാം. കമോൺ കേരള, ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. കടലല്ലേ അലറും കവിയല്ലേ പടരട്ടെ ശബ്ദം ഉയരെ ഉയരെ നെഞ്ചിലെ തകിലടിക്കണ താളമായി കളിമൂക്കണ ഈ നേരത്ത് ഇത് കൊടുക്കണ ബാൻഡുമായി ചുവട് വെക്കണ കൂട്ടരി വന്നക്കണ മൈതാനത്ത് വെടിപ്പൊട്ടാസുണ്ടോ കണ്ണ മുട്ടിത്തോക്കാൻ നിൽക്കേണ്ട നീ കുതിച്ചോടും കാറ്റിൽ പാറാൻ തിമിർത്താടും പൂരങ്ങളി കെട്ടാണ് മഞ്ഞക്കൊടി മഞ്ഞക്കൊടി മഞ്ഞക്കൊടിയേ